സ്കൂട്ടറിനുള്ളിലെ പാമ്പുമായി യുവാവ് കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിച്ചു. പുറമേരി സ്വദേശിയായ അൻഫസ് സഞ്ചരിച്ച സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വിഷമില്ലാത്ത തരം പാമ്പിനെയാണ് കണ്ടെത്തിയത്. കെ വി രാഹുൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴാണ് പാമ്പിനെ കണ്ടത്? പിന്നെ ഇത് ഇന്നലെ ഉണ്ടായ സംഭവമാണ്. ആദ്യമേ പറയട്ടെ, വിഷമില്ലാത്ത പാമ്പാണ്. പക്ഷേ പാമ്പിന് പേടിയുള്ള ഒരാളെ സംബന്ധിച്ച് വിഷമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും സ്കൂട്ടറിൽ കാണുന്നു, കയ്യിലേക്ക് എഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ അത്രയും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അൻഫസിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടായത്. കിലോമീറ്ററോളം ദൂരമാണ് ഈ പാമ്പുമായി യുവാവ് സ്കൂട്ടറിൽ സഞ്ചരിച്ചത്. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് പുറമേരിയിൽ നിന്ന് അൻഫസ് ബന്ധുവീട്ടിലേക്ക് പോയതാണ്. ഏകദേശം പുറമേരിയിൽ നിന്ന് ഇറങ്ങി നാദാപുരത്തേക്ക് എത്തുന്ന സമയത്താണ് കയ്യിൽ എന്തോ ഒരു സാധനം തട്ടുന്നത് പോലെ, പിന്നീട് കയ്യിലേക്ക് ഇഴഞ്ഞു കയറുന്നത് പോലെ തോന്നിയത്. തുടർന്ന് സ്കൂട്ടർ നിർത്തുകയായിരുന്നു. പരിശോധിച്ച സമയത്താണ് ഇതിൽ പാമ്പാണെന്ന് മനസ്സിലാകുന്നത്. പെട്ടെന്ന് ആ പാമ്പിനെ പിടികൂടാനും കഴിഞ്ഞില്ല എന്നതാണ്. ഏതായാലും സ്കൂട്ടർ വർക്ക്ഷോപ്പിലെത്തി അവരുടെ സഹായത്തോടു കൂടി സ്കൂട്ടറിൻ്റെ മുൻവശം അഴിച്ചതിന് ശേഷമാണ് ആ പാമ്പിനെ പുറത്തെടുക്കാനും കഴിഞ്ഞിട്ടുള്ളത്. വിഷമില്ലാത്ത പാമ്പാണ്, അത്രയും ആശ്വാസമുണ്ട്. ആ പാമ്പിനെ പിന്നീട് ഉപദ്രവിക്കൊന്നും ചെയ്യാതെ തുറന്നുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അൻഫസിനെ സംബന്ധിച്ച് വളരെ പേടിപ്പെടുത്തുന്നൊരു അനുഭവമാണ് ഉണ്ടായത്. ഇന്നലെയാണ് ഇങ്ങനെ സ്കൂട്ടറുമായി കിലോമീറ്ററോളം ദൂരം അൻഫസ് സഞ്ചരിച്ചത്.